ഇസ്ലാമാബാദ് സമാധാന ചർച്ച മുടങ്ങിയതിൽ പ്രതികരണവുമായി ഇറാൻ. ഭീഷണിയോ സമ്മർദ്ദമോ കാരണം ചർച്ചയ്ക്ക് വഴങ്ങില്ല എന്ന ഇറാൻ പ്രസിഡന്റ്. ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറാകാത്തതിനാലാണ് ചർച്ച വേണ്ടെന്ന് വെച്ചതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇസ്ലാമാബാദ് ചർച്ച നടക്കില്ലെന്ന് ഉറപ്പായതോടെ പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ വീണ്ടും വഴിമുട്ടിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയിൽ നിന്ന് സഹൽ സി മുഹമ്മദ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹൽ, ഗുഡ് മോർണിംഗ്. എഴുതി നൽകി കടുത്ത ഉപാധികളുമായി വന്നാൽ ഞങ്ങളില്ല ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് ഇറാൻ മടങ്ങി. രണ്ടാം വട്ടവും പാകിസ്ഥാന്റെ ശ്രമം പാഴാവുകയാണോ? എന്ത് സംഭവിക്കാനി? വിജയ്, ഗുഡ് മോർണിംഗ്. അതായത് ഇറാന്റെ ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഇറാന്റെ നിർദ്ദേശങ്ങൾ നോക്കിയായിരിക്കും അമേരിക്ക ഇനി വെടിനിർത്തൽ എന്തു ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതിന്റെ പ്രാധാന്യം. അതായത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നാവിക ഉപരോധം നീക്കാതെ ഹോർമോസ് തുറക്കുന്നതിലേക്ക് പോവുകയില്ല, ഒപ്പം ചർച്ചയുമില്ല. മാത്രവുമല്ല, ആണവ വിഷയത്തിൽ ഇറാന് കൃത്യമായ നിയന്ത്രണ രേഖകളുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ചർച്ച സമ്മതിക്കുകയില്ല എന്നുള്ള നിലപാടുകളാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാന് ഈ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം പിന്നീട് ഒമാനിലേക്ക് പോയി. ഒമാനുമായി ചേർന്ന് ഹോർമോസ് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് ചില ചർച്ചകൾ ഇറാൻ നേരത്തെ തന്നെ നടത്തിയിരുന്നു. മാത്രമല്ല, ഹോർമോസിൽ നിന്ന് പണം നിയമപരമായി പിരിക്കാനും ഇപ്പോൾ ഇറാൻ തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം റഷ്യയിലേക്കാണ് പോകുന്നത്. റഷ്യ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതികൾക്ക് സഹകരണം നൽകുന്ന രാജ്യവും ഒപ്പം തന്നെ യുറേനിയം ശേഖരം കൈവശം വെക്കാമെന്ന് സമ്മതിച്ച രാജ്യവും ഒക്കെയാണ്. അപ്പോൾ അത്തരം ചർച്ചകൾ കൂടി ഇപ്പോൾ ഇതിന്റെ ഭാഗമായി വരും എന്നുള്ളതാണ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അമേരിക്കൻ സംഘം ഒരുപാട് അധ്വാനവും യാത്രയും ഒരുപാട് പാഴാക്കിയതുകൊണ്ട് ഇനി ഇറാൻ ഇങ്ങോട്ട് വിളിച്ചാൽ മാത്രം ചർച്ച എന്നുള്ളതാണ് അമേരിക്ക നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ സമാധാനം സംബന്ധിച്ച് ഇറാന്റെ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക പരിശോധിക്കുകയും തുടർന്നൊരു ചർച്ച വേണോ എന്ന് തീരുമാനിക്കുകയും വേണം. ഒപ്പം തന്നെ നാവിക ഉപരോധം നീക്കാൻ അമേരിക്ക തയ്യാറാവുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇറാൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ ഡിമാൻഡുകൾ ഒരിക്കലും സമ്മതിക്കാൻ കഴിയാത്തതിനും അപ്പുറത്താണ് എന്നുള്ളതാണ് ഇറാന്റെ പ്രശ്നം. അതുകൊണ്ട് ഒരു സമവായത്തിലേക്ക് അമേരിക്ക വരണം എന്നുള്ളത് ഇറാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ നാവിക ഉപരോധത്തിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നും ഒടുവിൽ ഇറാൻ ചർച്ചയിലേക്ക് വഴങ്ങും എന്നുള്ളത് കൂടി അമേരിക്ക കണക്കാക്കുന്നുണ്ട്. ഒപ്പം മേഖലയിൽ അതിശക്തമായ സേനാ വിന്യാസവും ഇപ്പോൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 3 പടക്കപ്പൽ വ്യൂഹങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. അതിനൊപ്പം തന്നെ ഇസ്രയേലിലെ ബെൻഗൂരിയോൺ എയർപോർട്ടിൽ വിവിധ ടാങ്കർ വിമാനങ്ങളുടെ വിന്യാസം വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാമെന്ന് ഇറാൻ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ചർച്ചയിലേക്ക് ഇനിയിപ്പോൾ ഏത് തരത്തിൽ സമവായം ഉണ്ടായാൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പാകിസ്ഥാനും ഒമാനും ഉൾപ്പെടെയുള്ള നേരത്തെ മധ്യസ്ഥരാഷ്ട്രമായിരുന്ന ഒമാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, ഒപ്പം തന്നെ ചൈന, റഷ്യ എന്നിവർ നടത്തുന്ന ഇടപെടലുകൾ ഏത് തരത്തിൽ ഈ ചർച്ചയിലേക്ക് എത്തിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. PG. ശരി സഹൽ.